തുർക്കിയുടെ കയ്യിൽ നിന്ന് സൗദികൾക്ക് മക്ക മദീന അടങ്ങുന്ന ഹിജാസിന്റെ അധികാരം കൂടി കിട്ടിയപ്പോ സ്വഹാബത്തിന്റെ മുഴുവൻ ഖബറുകളും അതിന്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും അവർ പൊളിച്ചു കളഞ്ഞു, ഭൂമിക്കൊപ്പം നിരപ്പാക്കി. ഇങ്ങനെ ഒരു ഖബർ ഇവിടെ നിന്നിരുന്നു എന്നതിലേക്ക് സൂചന നൽകുന്ന ചൂണ്ടികളല്ലാതെ അടയാളമല്ലാതെ മറ്റൊന്നും ഇന്നവിടെ ഇല്ല. എന്തിനിവരിത് ചെയ്യണം? ഖബർ സിയാറത്ത് ചെയ്യൽ അവർ എന്നെ അനുവദനീയമാക്കിയതല്ലേ? എന്നിട്ട് വഹാബി പ്രസ്ഥാനം വന്നിട്ടുണ്ടായ പരിവർത്തനം ചരിത്ര നിരൂപകന്മാരെ ഞാൻ ഉദ്ധരിച്ചു പറയാം. താരീഖുൽ മദാഹിബിൽ ഇസ്ലാമിയ, ഇസ്ലാമിക ചരിത്രങ്ങൾ വിവരിക്കുന്ന, ഇസ്ലാമിക ഇസങ്ങൾ ചരിത്രങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥം അൽ-ഇമാം മുഹമ്മദ് അബൂ സഹ്റയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിൽ ഇദ്ദേഹം ഇബ്നു തൈമിയ്യയെ ശക്തമായി ന്യായീകരിക്കുന്നുണ്ട്, ഒരുപാട് ബിദ്അത്തിന്റെ മഹാന്മാരെ ന്യായീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചിട്ട് ഇദ്ദേഹം ഒരു സുന്നി തീവ്രവാദിയാണ് എന്നൊന്നും മനസ്സിലാക്കണ്ട. ചരിത്ര നിഷ്പക്ഷകൻ എന്ന നിലക്ക് ശരിക്ക് നിഷ്പക്ഷമായി വിധി എഴുതിയിട്ടുള്ള ചരിത്ര അദ്ദേഹം പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ അധികരിച്ച് മാത്രം വായിക്കാം. അദ്ദേഹം ഈ ഭരണകൂടം ഉണ്ടാക്കിയിട്ട് വഹാബിയത്ത് വന്നിട്ട് ഉണ്ടായതായ പരിവർത്തനങ്ങൾ. ഇവർക്ക് സൗകര്യം കിട്ടുന്ന ഏത് കറിയയും ഏത് നഗരവും കിട്ടിയാൽ ആദ്യം ചെല്ലുക അവിടെയുള്ള ഖബറുകളുടെ അരികിലേക്കായിരിക്കും. ആ ഖബറുകളെ ചെന്നിട്ട് ഹദ്മം വ തഖരീബ, അത് പൊളിച്ച് നിരപ്പാക്കിയിട്ടേ ഓല് പിന്നെ പണി തുടങ്ങുള്ളൂ. ഒന്നാം പണി ആരാധനാലയങ്ങൾ പൊളിക്കുന്ന വിഭാഗം എന്ന് വരെ ചില യൂറോപ്യൻ ചരിത്രകാരന്മാർ ഇവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതല്പം അതിശയോക്തിപരമാണ്. ഖബറുകൾ എന്ന് പറയുന്നത് ആരാധനാലയമല്ലല്ലോ. പക്ഷെ ആരാധനാലയം പൊളിക്കുന്നവർ എന്ന് പേര് വെറുമാർ യൂറോപ്യന്മാരുടെ കണ്ണിൽ ആരാധനാലയമാണല്ലോ അദ്രിഹത്ത് ഖബറുകൾ. അപ്പൊ ആ ഖബറുകളെ പൊളിക്കുന്നവർ, ആരാധനാലയങ്ങൾ പൊളിക്കുന്നവർ എന്ന് യൂറോപ്യൻ ചരിത്രകാരന്മാർ പോലും എഴുതി. വലാകിൻ യദ്ഹറു അന്നഹും കാനൂ യഹ്ദിമൂനൽ മസ്ജിദ മഅ ദരീഹി. എന്തായാലും ശ്രദ്ധിക്കണം, ഖബറിന്റെ കൂടെ വല്ല പള്ളി ഉണ്ടെങ്കിൽ അതും ബലി പൊളിച്ചിനു. അഖദം മിനൽ ഖബറില്ലദീ ഇസ്തൻകറ ഫീഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമല ബനി ഇസ്രായീല ഇദ് ഇത്തഖദൂ മിൻ ഖുബൂരി അംബിയായിഹിം മസാജിദ. മസ്ജിദുകളാക്കിയിട്ട് അംബിയാവുടെ ഖബറുകളെ ആക്കിയെന്ന് ജൂതന്മാരെ പറ്റി പറഞ്ഞ നബിയുടെ ഹദീസ് പിടിച്ചിട്ട് ഖബറിന്റെ അരികിലുള്ള പള്ളികളുണ്ടെങ്കിൽ അതും ഇവർ പൊളിച്ചു, പള്ളിയും ഖബറും പൊളിച്ചു. അഞ്ചാമത്തത് വലം യഖ്ഫി അൻഹും അനഫുഹും ഇൻദ ഹാദാ, ഇവിടെ നിന്നില്ല. ഫഇന്നഹും ജാഊ ഇലൽ ഖുബൂരി ലാഹിറതി ഫഹദമുഹാ. കെട്ടൊന്നും കാണണ്ട, വെളിപ്പെട്ട് അടയാളമുള്ള മുഴുവൻ ഖബറും പൊളിക്കാൻ തുടങ്ങി, മുഴുവൻ ഖബറും. വലമ്മാ ആല ഇലൈഹിം സുൽത്താനു ഫിൽ ബിലാദിൽ ഹിജാസിയ, ഹിജാസ് സംസ്ഥാനത്തിലെ മണ്ണിൽ അധികാരം അവർക്ക് എത്തിയപ്പോ, അതിന്റെ മുമ്പ് തുർക്കിയുടെ കയ്യിലാണ്. തുർക്കിയുടെ കയ്യിൽ നിന്ന് സൗദികൾക്ക് മക്ക മദീന അടങ്ങുന്ന ഹിജാസിന്റെ അധികാരം കൂടി കിട്ടിയപ്പോ സ്വഹാബത്തിന്റെ മുഴുവൻ ഖബറുകളും അതിന്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും അവർ പൊളിച്ചു കളഞ്ഞു, ഭൂമിക്കൊപ്പം നിരപ്പാക്കി. ഇങ്ങനെ ഒരു ഖബർ ഇവിടെ നിന്നിരുന്നു എന്നതിലേക്ക് സൂചന നൽകുന്ന ചൂണ്ടികളല്ലാതെ അടയാളമല്ലാതെ മറ്റൊന്നും ഇന്നവിടെ ഇല്ല. എന്തിനിവരിത് ചെയ്യണം? ഖബർ സിയാറത്ത് ചെയ്യൽ അവർ എന്നെ അനുവദനീയമാക്കിയതല്ലേ? പക്ഷേ ഖബറിലെ സ്വാഹിബിന് തഹിയ്യത്ത് ചെയ്യാനും അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറയാനേ അനുവദിക്കുള്ളൂ. എങ്കിലും സിയാറത്തിന് സൗകര്യം വേണ്ടേ? അത് പോക്കിയിട്ട് അവർ ഒട്ടാകെയും പൊളിച്ചു. ഒട്ടാകെയും പൊളിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കി, ഏതെല്ലാം ഖബർ ഇന്ന് ജന്നത്തുൽ ബഖീഇൽ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ പ്രധാനപ്പെട്ട സ്വഹാബറുകൾ കാണാൻ വേണ്ടി മസ്ജിദുൻ നബവി സിയാറത്ത് ചെയ്ത്, മസ്ജിദുൻ നബവിയിലെ ഹുജറ ശരീഫ് പുന്നാര നബിയെ സിയാറത്ത് ചെയ്ത് ബഖീഇലേക്ക് നീങ്ങുന്ന ഒരാൾക്ക് ജന്നത്തുൽ ബഖീഇലെ മുസ്ലിം ഖബർസ്ഥാനിൽ കാണുന്ന വല്ല ഖബറുകളും സിയാറത്ത് ചെയ്യാൻ വല്ല മാർഗമുണ്ടോ? വലിയ വലിയ മഹാന്മാരുടെ കാലത്ത് ആ ഖബറുകൾക്ക് മുകളിൽ കുബ്ബയുണ്ടായിരുന്നു, അടയാളമുണ്ടായിരുന്നു. എത്രയോ കാലത്ത് അത് അങ്ങനെ തന്നെ നിലനിന്നു പോന്നിട്ടുണ്ട്. സൗദി ഭരണകൂടത്തിന്റെ തന്നെ അവസാന കാലം വന്നപ്പോഴാണ് ഇതൊക്കെ നിരപ്പാക്കിയത്. ഇപ്പം പോയാ ഒന്നും കാണൂല. ഞാൻ ഒന്ന് രണ്ടെണ്ണം പറയട്ടെ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തന്നെ ഇബ്രാഹിം അല്ല, ഇബ്നു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പുത്രൻ ഇബ്രാഹിം എന്നൊരു കുഞ്ഞ് അള്ളാഹിന്റെ റസൂലിന് ജനിച്ചിട്ട് മദീനത്ത് വന്നിട്ട് ജനിച്ച ആ കുട്ടി മരണപ്പെട്ടു.
മാരിയത്തുൽ ഖിബ്തിയയിൽ ജനിച്ച ആ കുഞ്ഞ് മരണപ്പെടാൻ വേണ്ടി കിടക്കുമ്പോ ശ്വാസം വിടുന്നത് കണ്ടിട്ട് പുന്നാരൻ നബി തങ്ങൾ അതിനെ വാരി മുത്തി മണത്തു. കണ്ണുനൊട്ടാകെ ഒഴുകി. കണ്ണുനൊഴുകുന്നത് കണ്ടപ്പോ സ്വഹാബികളിൽ പ്രധാനികൾ ചോദിച്ചു, നബിയെ അങ്ങും കണ്ണീരൊഴുക്കിയേ? നബി പറഞ്ഞു, ഇത് ദയയാണ്, കരുണയാണ്. നാക്കുകൊണ്ട് വല്ലതും പറയുന്നോ? ശ്രദ്ധിച്ചോ? മിണ്ടൂല. പുന്നാര നബി വീണ്ടും മുത്തി, കണ്ണീരൊഴുക്കിയിട്ട് മുത്തി. ഇബ്രാഹിം, ഇനി നമുക്ക് ആഖിറത്തിൽ നിന്ന് കാണാം, നമ്മൾ നിന്റെ കൂടെ തന്നെ വരും. ഇബ്രാഹിം, നമുക്ക് നിന്നോട് നല്ല സ്നേഹമുണ്ട് എന്ന് തന്റെ ഇബ്രാഹിമിനെ വിളിച്ചു മുത്തി മണത്തായ ഇബ്രാഹിമിനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പൊന്നോമന പുത്രനെ, ആൺകുട്ടിയെ, ആ ആൺകുട്ടി പുത്രനെ മറമാടിയത് മഹാനായ ചരിത്രഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന കൂട്ടത്തിൽ മഹാനായ ഇമാമുൻ നവവി, നിരാക്ഷേപൻ ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഏതാണ്ട് ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹം അന്നത്തെ മിസ്ർ ഖലീഫക്കെതിരെ എഴുതിയ കത്തും മറ്റും കണ്ടിട്ടുണ്ടെന്നും ഞാനൊരിക്കൽ നവവിയെ കണ്ടിട്ടുണ്ടെന്നും അത്ഭുതമായി ഇബ്നു തൈമിയ്യ തന്നെ എഴുതിയിട്ടുള്ള മഹാനാണ് ഇമാമുൻ നവവി. ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യമായിട്ട് ഇമാം നബവിയെ കണ്ടത് ഇബ്നു തൈമിയ്യ വരെ എണ്ണിയിട്ടുള്ള ഇമാം നവവി. ആ നബി ഇബ്രാഹിം എന്ന കുട്ടിയെ പറ്റി പറയുന്ന ചരിത്രത്തിൽ വദുഫിന ബിൽ ബഖീയിലാണ് ഇബ്രാഹിമിനെ മറമാടപ്പെട്ടത്. വഖബ്റുഹു മശ്ഹൂർ, ഇബ്രാഹിമിന്റെ ഖബർ അവിടെ ചെന്നാൽ എല്ലാവർക്കും അറിയാം, കാണാം. അലൈഹി ഖുബ്ബ, അത് തെളിയിക്കുന്ന ഖുബ്ബയുണ്ട് അതിന്റെ മുകളിൽ. ഇബ്രാഹിം എന്ന പൊന്നോമന പുത്രൻ, അല്ലാഹുവിന്റെ റസൂൽ ചുംബിച്ച പുത്രൻ, നബിയുടെ കരളലിയിച്ച പുത്രൻ, ഒന്നാ ഖബർ കാണണം. എന്നിട്ട് ഇബ്രാഹിമിന്റെ ഖബറിന്റെ അരികത്ത് എന്നിട്ട് അസ്സലാമു അലൈക യാ ഇബ്രാഹിം ഇബ്നു റസൂലില്ലാഹ് എന്നൊരു സലാം പറയാനുള്ള അവസരം എന്റെ മുഅ്മിനീങ്ങളെ നമ്മളെ പോലത്തെ കാലക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാമു ദാരിൽ ഹിജ്റ, പുന്നാരൻ നബി തങ്ങൾ കിടന്നുറങ്ങുന്ന ദാറുൽ ഹിജ്റയുടെ മണ്ണിൽ ഞാൻ എന്റെ കുതിരപ്പുറത്ത് സഞ്ചരിക്കൂല എന്ന് പറഞ്ഞ് കാൽനട കൊണ്ട് മാത്രം മദീനത്തെ വീതിയിലൂടെ സഞ്ചരിച്ച, മദീന മണ്ണിൽ നിന്ന് ഒരു ഇഞ്ചകലെ മറ്റെവിടേക്കും പോകാത്ത മാലിക് ഇബ്നു അനസിനെ ഇമാം നവവി പറയുന്നു, വദുഫിന ബിൽ ബഖീ, അവരെ മറമാടപ്പെട്ടത് ബഖീയിലാണ്. വഖബ്റുഹു ബിബാബിൽ ബഖീ, ബഖീഇന്റെ വാതിൽക്കൽ തന്നെയാണ് അവരുടെ ഖബർ. വഅലൈഹി ഖുബ്ബ, അവിടെയുമുണ്ട് ഖുബ്ബ. കാണാൻ പറ്റും. എവിടെ കാണാൻ പറ്റും? മാലിക് ഇബ്നു അനസിനെ കാണാൻ കഴിയോ? പുന്നാര നബിയുടെ പുന്നോമന മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ കാണാൻ കഴിയോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഖബർ മുഴുവനും അവിടെ ഉണ്ടായിരുന്നു, അടയാളമുണ്ടായിരുന്നു, കെട്ടുണ്ടായിരുന്നു, ഖുബ്ബയുണ്ടായിരുന്നു. കാണാൻ കഴിയോ? ചരിത്രത്തിലെ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു പോകുന്ന ഒരാൾക്ക് ഇത്തരം സിയാറത്തിന് വേണ്ടി ശ്രമിച്ചാൽ കഴിയൂല. വാതിക്ക നിന്നിട്ട് അങ്ങോട്ട് വിട്ടോ ഫാത്തിഹ, ഫാത്തിഹൊന്നും വിടാൻ പാടില്ല, അങ്ങോട്ട് വിട്ടോ സലാം. ഇതാണ് ഇന്നത്തെ നിർദ്ദേശം. ഈ വിധത്തിലെ പരുവത്തിലേക്ക് എത്തിച്ചുവെന്നാണ് ബഹുമാനപ്പെട്ട ചരിത്രകാരൻ പറയുന്നത്. വലിയ വലിയ കാര്യങ്ങൾ ബഖീയിലെ ഖബറൊക്കെ പോക്കി ബിദ്അത്ത് അങ്ങ് വിശാലമാക്കി കളഞ്ഞു. ഹത്താ ഇന്നഹും ലയസുമൂന അന്ന വദഅ സതായിറ അല റൗളത്തി ശരീഫ അംറുൻ ബിദ്ഈ. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളത്തു ശരീഫ എന്ന് അദ്ദേഹം പറയുന്ന ഹുജറത്തു ശരീഫ, ആ ഹുജറത്തു ശരീഫയിൽ കില്ലകൾ വെക്കുന്നത് വരെയും മഹാമോശം. ഹത്താ സ്വറത്ത് വലിദാലിക മനഉ തജ്ദീദ സതായിർ അല്ലതി അലൈഹ, അതുകൊണ്ട് ഹുജറത്തു ശരീഫയിൽ തൂക്കിയിട്ട കില്ലകളെ വരെ ഇവരാകെയും തടഞ്ഞു. കില്ല തൂക്കാൻ അനുവദിക്കൂല. ഹത്താ സ്വറത്ത് അസ്മാലൻ ബാലിയ تقضي بها الأعين لولا النور الذي يضفى على من يكون في حضرة النبي صلى الله عليه وسلم أو يحس أنه في هذا المكان كان منزل الوحي على سيد المرسلين عليه الصلاة والسلام. പുന്നാര നബിക്ക് വഹി ഇറങ്ങിയിരുന്ന സ്ഥലമാകുന്നു എന്ന് മനസ്സിൽ കരുതുന്ന, പുന്നാര നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സങ്കേതമാകുന്നു എന്ന് ഹൃദയത്തിന്റെ അകത്ത് കാണുന്ന, പുന്നാര നബി തങ്ങൾ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നെങ്കിലും അവിടത്തെ പ്രകാശകിരണം, അവിടത്തെ പ്രഭ മനസ്സിലേക്ക് ഇങ്ങോട്ട് മിന്നി മറയുന്ന വിശ്വാസിക്ക് ആ വിധം ഓർമ്മയുണ്ടെന്നല്ലെങ്കിൽ അവിടെ തൂക്കിയിട്ട അവിടത്തെ കില്ലകള് പുളിച്ചിട്ട് നാറുന്നതും കണ്ണുകൊണ്ട് ആകെ തന്നെ പൊട്ടിക്കളയുന്നതും നിസ്സാരമാക്കുന്നതുമായി പോകും. പക്ഷെ വിശ്വാസിയുടെ വിശ്വാസം കില്ലയിലല്ലോ, മദീനത്തെ മണ്ണിലിറങ്ങുന്ന നബിയെ കുറിച്ച് ആയതുകൊണ്ട് ഈ കില്ലയെ അയാൾ പുച്ഛിക്കൂല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാക്കിയത് ഈ കില്ല വെക്കുന്നത് മോശാന്ന് കണ്ടിട്ടാണ്. എന്നിട്ട് അദ്ദേഹം കുറിക്കുന്നു, ഇന്നാലി നജിദു ഫൗക ദാലിക മിൻഹും,